ഹായ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാനെന്താ ഒന്നും ചെയ്യാതിരിക്കുന്നെ? മറ്റുള്ളവരെ പോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അതെന്താ ശരിയാവാത്തെ? എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരിക്കും ഇതൊക്കെ കാരണം ആണോ? നമുക്ക് മടിയാണ് എന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുന്നെ? എന്തുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെ തോന്നുന്നത് നമ്മളൊരു മടിയനാണ്, നമ്മളൊരു ലേസി പേഴ്സൺ ആണ് എന്ന് നമുക്ക് തോന്നുന്നത്? അതിന് മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി നമ്മളെ എപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുക എന്നൊരു ഫോഴ്സ്ഫുൾ തോട്ട് നമുക്ക് തരുന്നുണ്ട്. എന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് പ്രൊഡക്ടിവിറ്റിയെ മാത്രമാണ് നമ്മളെപ്പോഴും സെലിബ്രേറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളൂ. അവൾ എപ്പോഴും ജോലി എടുക്കുന്നു, അവൻ എപ്പോഴും പ്രൊഡക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത്, അതിനെ മാത്രമാണ് നമ്മളെപ്പോഴും സെലിബ്രേറ്റ് ചെയ്ത് കാണുന്നത്. വേറൊരു കാരണം, നമ്മൾ നമ്മുടെ നോർമൽ ഡേയ്സിനെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. പണ്ടത് നമ്മുടെ പേരൻസ് വീടിൻ്റെ അടുത്തുള്ള കുട്ടിയെക്കുറിച്ച് കമ്പയർ ചെയ്ത് പറയുന്നതാണ് എന്നുണ്ടെങ്കിൽ, അതിപ്പോൾ നമ്മൾ തന്നെ ഹൈലൈറ്റഡ് റീൽസും വ്ളോഗുകളും ഒക്കെ വഴി നമ്മൾ സ്വയമേ കമ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു ടാസ്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും ചിലർക്ക് പെട്ടെന്ന് ഞങ്ങളൊന്നുമേ ചെയ്യുന്നില്ല എന്നുള്ളൊരു തോട്ടിലേക്കായിരിക്കും പെട്ടെന്ന് പോകുന്നത്. ഒരുപാട് കാര്യങ്ങളിങ്ങനെ ചെയ്യണം, ഒരുപാട് പ്ലാനിങ്ങും ഒക്കെയുള്ള കുറേ ആളുകളുണ്ടല്ലേ. പക്ഷേ അവർക്കാണെങ്കിൽ അതിനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്തത് പോലും ഒരു മടി കൊണ്ടാണ് എന്നുള്ളൊരു തോട്ടിലേക്കാണ് അവർ ആദ്യം ചെന്നെത്തുന്നത്. ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും, ഇതൊക്കെ മടി അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്താണ് എന്ന്. വാട്ട് ഈസ് ഇറ്റ്? മെൻ്റലി ടയേർഡ്നെസ്. നമ്മൾ മെൻ്റലി ഭയങ്കരമായിട്ട്, നമ്മൾ ഫിസിക്കലി എത്രത്തോളം ടയേർഡാവുന്നു അതേപോലെ തന്നെ നമ്മൾ മെൻ്റലിയും ടയേർഡാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രാത്രിയിൽ നമ്മൾ കിടക്കുമ്പം അയ്യോ നമുക്കിന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് നാളത്തേക്ക് ചെയ്യണമെന്ന് പറഞ്ഞൊരു 100 കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ച് വെക്കും. എന്നിട്ട് രാവിലെ എണീക്കുമ്പോഴോ അയ്യോ ഇതൊക്കെ എങ്ങനെ ചെയ്യും, എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇത്രയും നേരമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ ഇനി ഇതൊന്നും നടക്കില്ല എന്നിങ്ങനെ വീണ്ടും ഒരു 100 കാര്യങ്ങൾ തിരിച്ചും മറിച്ചും ആലോചിച്ച് അതിൻ്റെ ആ ഒരു സമയം കഴിയുമ്പോൾ അയ്യോ ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് ആലോചിച്ച് എൻ്റെ സമയമെല്ലാം കളഞ്ഞല്ലോ എന്നോർത്ത് റിഗ്രറ്റ് ചെയ്യും. ഇത് തന്നെ നമ്മൾ മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ച് അവസാനം നമ്മുടെ മനസ്സ് വിചാരിക്കുന്നത് ഇവർ ഇത്രയും നേരം ഇരുന്ന് പണിയെടുത്തുകൊണ്ടേയിരിക്കുക എന്നായിരിക്കാം. അങ്ങനെ നിങ്ങൾ മെൻ്റലി ടയേർഡാവും. ടു മെനി ഡിസിഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഒരുപാട് ഡിസിഷൻസും പെട്ടെന്ന് എടുക്കേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ എല്ലാ റെസ്പോൺസിബിലിറ്റീസും പെട്ടെന്ന് നമ്മുടെ തലയിലേക്ക് വരുന്ന ഒരു രീതി ആകുമ്പോഴത്തേക്കിനും നമുക്ക് അയ്യോ ഇനി ഒരുപാട് സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് നമ്മളത് ചെയ്യണമല്ലോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട, അതിന് മുൻപേ നമ്മൾ ക്ഷീണിച്ചു പോകും. പിന്നെ എപ്പോഴും പ്രൊഡക്റ്റീവായി ഇരിക്കുക എന്നുള്ളൊരു തോന്നൽ നമ്മൾ പോലും അറിയാതെ നമ്മളിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ന് ഇത് ചെയ്യണം ഇത് ചെയ്യണം. കാരണം ഒരു സമയം നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ നോക്കി ഇവളെപ്പോഴും വെറുതെ ഇരിക്കുക, ഇവനെപ്പോഴും വെറുതെ ഇരിക്കുകയാണ് എന്ന് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയരുത് എന്ന് കരുതി നമ്മൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, ചെയ്യേണ്ട കാര്യങ്ങളെ വിട്ടിട്ട് നമ്മൾ വേറെന്തൊക്കെയോ ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഒരു ബേൺ ഔട്ട് സംഭവിക്കാം, നിങ്ങൾ പെട്ടെന്ന് എക്സോസ്റ്റ് ആവാം. പിന്നെ ലോസ്റ്റ് ഓർ ഡിസ്കണക്റ്റ്, ഈ ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കത്തില്ലേ, ഞാൻ പണ്ട് നന്നായിട്ട് പെയിൻറ്റിങ് ചെയ്യുമായിരുന്നു, ഞാൻ ഒരുപാട് മൂവീസ് കാണുമായിരുന്നു, സീരീസ് ഇരുന്ന് കാണുമായിരുന്നു, ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങുമായിരുന്നു, ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം ഇതിനൊന്നും എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ, എല്ലാത്തിനോടുമുള്ളൊരു അകന്ന് മാറി ഉൾവലിഞ്ഞ് നിൽക്കുക. അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളോടും ഒരു ലോസ്റ്റ്, ഏതോ ഒരു പോയിന്റിൽ നമുക്കിതെല്ലാം ലോസ്റ്റായി. പിന്നീട് അത് തിരിച്ചു പിടിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴും നമുക്ക് പറ്റാതെ വരുന്നത് പോലൊരു തോന്നൽ. ഒരു കാലത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ഇപ്പോൾ പറ്റാതെ വരുമ്പോഴും നിങ്ങൾക്ക് ഇതെല്ലാം എൻ്റെ മടി കാരണമാണ്, ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളൊരു തോന്നൽ. ഇതെല്ലാമാണ് നമ്മളെ ഈ ലേസി എന്നുള്ള ലേബലിലേക്ക് നമ്മൾ കൊണ്ടിടുന്നത്. എല്ലാം ലേസിനെസ് കാരണമാണ് എന്നുള്ളൊരു ഫോമിൽ നമ്മളിതിനെ തളച്ചിടാതെ നമ്മളിതിൽ നിന്ന് ഓവർകം ചെയ്യാൻ നമുക്കൊന്ന് ശ്രമിക്കേണ്ടേ. ഞാൻ പലപ്പോഴും ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അതൊരു മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, പ്രിപ്പയർ എ ടു ഡു ലിസ്റ്റ്.
നിങ്ങൾക്ക് ഡൂവബിളായിട്ടുള്ള ടാസ്കുകളായിരിക്കണം അതിൽ മെയിനായിട്ടും ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, ഡിസിഷൻസ് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പം തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ കോളേജിൽ പോകുന്ന ഒരാളായിരിക്കാം, ഇല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരാളായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾ ജോലി ചെയ്യുന്ന തന്നെ സാറ്റർഡേ സൺഡേ എന്തായാലും പുതിയ കുറച്ച് ടെക്നോളജീസ്, പുതിയ കാര്യങ്ങൾ പഠിക്കണം, എന്നിട്ട് ഈ ജോബ് റിസൈൻ ചെയ്യണം എന്നൊക്കെയുള്ളൊരു തോട്ടിലായിരിക്കും ചെയ്യുന്നത്. പക്ഷേ സാറ്റർഡേയും സൺഡേയും വരുന്ന കഴിയുമ്പം ഫുൾ ഇത് പോയി നമ്മുടെ വേറെ ചിലപ്പം നിങ്ങൾ ആ വിചാരിച്ച സംഭവം നിങ്ങൾ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ വന്ന് ഈ സാറ്റർഡേയും സൺഡേയും പോയി, ഞാനിങ്ങനെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞ് എൻ്റെ ഈ സാറ്റർഡേ സൺഡേയും പോയി, ഇനിയിപ്പോൾ അടുത്ത സാറ്റർഡേ സൺഡേയും പോവും എന്നുള്ളൊരു തോട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കുള്ള ടാസ്കുകൾ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാം. അത് ചെയ്യുന്നതിന് മുൻപേ തന്നെ നമ്മൾ സ്റ്റാർട്ട് വിത്ത് സ്മോൾ തിങ്സ്. ചെറിയ കാര്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കത് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളായിരിക്കണം. അതും തിങ്കൾ മുതൽ വെള്ളി വരെ എന്നല്ല, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഡേ എടുക്കുക. ഇപ്പം സാറ്റർഡേ ആണെന്നുണ്ടെങ്കിൽ സാറ്റർഡേ നിങ്ങൾ സാധാരണ ചെയ്യുന്ന ഒരു 3 ടാസ്ക് എഴുതിയാൽ മതി അതിൽ. അതായത് ഇപ്പം റൂം ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ റൂം ക്ലീൻ ചെയ്യുന്നത് എഴുതാം. രണ്ടാമത്തതായിട്ട് എവിടെയെങ്കിലും തുണികളൊക്കെ ഇങ്ങനെ കസാരയിലോ ബെഡിലോ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മടക്കി വെക്കുന്നത്, അല്ലെങ്കിൽ വാർഡ്രോബ് വൃത്തിയാക്കി വെക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു 3 ടാസ്ക് എഴുതി കഴിഞ്ഞിട്ട് ആ 3 ടാസ്കുകൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു ദിവസത്തേക്ക്. ഇപ്പോൾ സാറ്റർഡേയിലേക്കാണ് എഴുതുന്നതെങ്കിൽ ആ സാറ്റർഡേയിലേക്ക് ഈ 3 ടാസ്കുകൾ ചെയ്യാൻ ശ്രമിക്കുക. മെയിനായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ചിലപ്പം ഈ 3 ടാസ്കിൽ ഒരു ടാസ്ക് മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവൂ. കാരണം അത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് വേറെ എന്തൊക്കെ ആവശ്യങ്ങളാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല, അല്ലേ? അപ്പം വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോയെന്നിരിക്കും, എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻസ് വന്നെന്നിരിക്കും. സോ ഇറ്റ്സ് ഓക്കെ. ഇതെല്ലാം ഹ്യൂമൻ നേച്ചറാണ്. ഡിസ്ട്രാക്ഷൻസ് വരുന്നതും വേറെ പരിപാടികൾക്ക് നമുക്ക് പെട്ടെന്ന് പോകേണ്ടി വരുന്നതും എല്ലാം. സോ ഈ 3 ടാസ്ക് പോലും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നോർത്ത് നിങ്ങൾക്ക് വിഷമം വരരുത്. ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ പോലും അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. ദെൻ അടുത്തൊരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ 1 എന്നുള്ളത് 2 ടാസ്ക് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു പ്രാവശ്യത്തേക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം ഈ 2 3 ആക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പെയ്യെ ഇമ്പ്രൂവ് ആയി വന്നാൽ മതി. ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ. ആദ്യമേ കയറി ഞാൻ 3 എണ്ണം ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ 4 എണ്ണം ചെയ്യും, അങ്ങനെ വേണ്ട. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കിങ്ങനെ സ്വിച്ച് ഇട്ട പോലെ നമ്മൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ട് വന്ന രീതികളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മാനസികാവസ്ഥയോ ഒന്നും അങ്ങനെ പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. അത് മനസ്സിലാക്കിയാൽ തന്നെ പകുതി പ്രോബ്ലം സോൾവ് ആവും. അതുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് മെൻ്റലി പ്രിപ്പയർ ആവാനുള്ളൊരു സ്പേസ് നിങ്ങൾ കൊടുക്കുക. വളരെ പതുക്കെ തുടങ്ങിയാൽ മതി. ചിലപ്പോൾ ഒരു ടാസ്ക് ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കും, ഇറ്റ്സ് ഓക്കെ. അങ്ങനെ 1 2 ആകുക, 2 3 ആകുക. അത് നിങ്ങളൊന്ന് പ്രിപ്പയർഡായി അതിനകത്തൊന്നൊരു ബാലൻസായി വരുമ്പോഴേക്കും നിങ്ങളുടെ ഏറ്റവും മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകളെ പ്രയോറിറ്റൈസ് ചെയ്യുക. അപ്പോഴും ഈ കൊച്ചു പിള്ളേർ ഈ പണ്ടിങ്ങനെ ടൈം ടേബിൾ എഴുതുന്ന പോലെ ഞാൻ രാവിലെ 5 മണിക്ക് എണീക്കും, ഞാൻ എന്നിട്ട് 5:30 ആകുമ്പോഴത്തേനും ട്യൂഷന് പോകും, അങ്ങനെ അത്രയും വളരെ നമുക്ക് ചെയ്യാം എക്സ്പെക്റ്റേഷൻസ് എല്ലാം കൂടെ എഴുതി വെക്കരുത്. നിങ്ങൾക്ക് ഉള്ള ടാസ്കുകളെല്ലാം പ്രയോറിറ്റൈസ് ചെയ്യുക, കുട്ടി കുട്ടി ടാസ്കുകളാക്കി മാറ്റുക. എന്നിട്ട് ചെറിയ ചെറിയ പീസസ് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചായിരിക്കും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോഴും ഇത് വിട്ട് കളയരുത്. അന്നത്തെ ദിവസം ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളത് അടുത്ത ദിവസം ചെയ്യും. ആ ഒരു ഇതിലേക്ക് മാറുക. സോ ഫസ്റ്റ് കാര്യം, പ്രിപ്പയർ എ ടു ഡു ടാസ്ക്, സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ ടാസ്ക്. രണ്ടാമത്തെ കാര്യം, ചേഞ്ച് ഹൗ യു സ്പീക്ക് ടു യുവർ സെൽഫ്. നമ്മളോട് തന്നെ സംസാരിക്കുന്നൊരു വിധം. ഈ ടാസ്ക് ഒന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു കാര്യമേ അല്ല. ആ ഒരു സംസാരം കുറയ്ക്കാൻ ശ്രമിക്കുക. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ചിലപ്പം ഒരു തവണ ചെയ്യുമ്പോൾ ശരിയായെന്ന് വരില്ല. അപ്പം കുറച്ച് നാൾ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുമ്പോഴായിരിക്കാം അത് ശരിയാവുന്നത്. സോ അത് തുടക്കത്തിലേ നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ മടുപ്പിക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മൾ മറ്റുള്ളവരെ കണ്ടിട്ട് അവരുടെ സ്പീഡിൽ ഓടാൻ ശ്രമിക്കരുത്. എന്ന് വെച്ചാൽ
നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് അയ്യോ എൻ്റെ ഈ പ്രായത്തിൽ അവരിവിടെ വരെ എത്തി, ഞാനപ്പം ഇത്രയും പോലും എത്തിയില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത മാറ്റുക. നമ്മുടെ ടൈം ലൈൻ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പണ്ട് നമ്മുടെ പേരൻസ് നമ്മുടെ അടുത്തുള്ള വീട്ടിലെ കുട്ടിയുമായിട്ടായിരുന്നു കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിന്ന് രാവിലെ എണീക്കുമ്പോഴേ മറ്റേ റീൽസിലൊക്കെ കണ്ട് അയ്യോ ഇവരൊക്കെ ഇത്ര പ്രൊഡക്റ്റീവായിട്ടാണ് ചെയ്യുന്നത്. ചില സമയത്ത് നമുക്ക് എല്ലാവർക്കും ആ ഒരു തോന്നലുണ്ട്, നമുക്കെല്ലാവർക്കും ആ ഒരു സെയിം ഫീലിങ്സ് ഉണ്ട്. ഈ റീൽസൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഇത്രയും പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും പറ്റുന്നത്. അവരും ബോർഡാവും, അവരും ചിലപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്ന ചില ദിവസങ്ങൾ കാണും. പക്ഷെ അതൊന്നും നമ്മൾ കാണുന്നില്ല, കാരണം അവരുടെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ കണ്ടൻറ് ക്രിയേഷനാണ്. അപ്പം അവർ പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്ന ഡേയ്സ് ആയിരിക്കാം അവർ നമ്മളെ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക, നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മളെ സ്വയമേ കമ്പയർ ചെയ്യാതിരിക്കുക. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത പോയിൻ്റാണ് ബി കൺസിസ്റ്റൻറ്റ്. ബി കൺസിസ്റ്റൻറ്റ് എന്ന് പറയുമ്പോഴും ചിലരുണ്ട് അവർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും എത്തണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹത്തോടെ അവർ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ പ്രശ്നം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ അവർക്കൊരു റിസൾട്ട് വേണം എന്നുള്ളൊരു തോട്ടാണ്. അപ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അവർ ഭയങ്കരമായിട്ട് ഡെസ്പാവും. അവർ ഈ ചെയ്യുന്ന കാര്യം സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നാൽ വേറെ എന്തെങ്കിലും നോക്കാം, ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്നൊരു ചിന്തയിലേക്ക് അങ്ങ് എത്തും. അപ്പോൾ ആദ്യം വേണ്ടത് നമ്മൾക്ക് തന്നെ ഒരു സ്പേസ്, ടൈം എല്ലാം കൊടുക്കുക. സോ ബി കൺസിസ്റ്റൻറ്റ്. നിങ്ങളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉടനടി റിസൾട്ട് വേണം എന്നുള്ളത് ചിന്ത മാറ്റിയിട്ട് നിങ്ങളെക്കൊണ്ട് എത്ര എഫേർട്ട് ഇടാൻ പറ്റും, നിങ്ങളെക്കൊണ്ട് അത് നന്നാക്കാൻ പറ്റുമോ എന്നുള്ള നിങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്കതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കി ആ ഒരു പാത്ത് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. ആ ഒരു സ്ട്രെസ്സോ മെൻ്റലി ഭയങ്കര ടയേർഡ് ആവുന്ന ഫീലോ ഒന്നും ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. നിങ്ങൾ ആ റിസൾട്ട് മാത്രം നോക്കി മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രെസ്സും മെൻ്റലി ടയേർഡും ഒക്കെ ഉണ്ടാവും, ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടോ, നിങ്ങൾക്കത് സന്തോഷം നൽകുന്നുണ്ടോ, അതിനകത്ത് ഓരോ ചെറിയ പ്രോസസ്സിലും നിങ്ങൾ ഹാപ്പിയാണോ, ഇത് നിങ്ങളുടെ തിങ്കാണോ എന്നൊക്കെ ഉള്ളൊരു തോട്ട് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതുമായി മുന്നോട്ട് പോവുക. റിസൾട്ട് നോക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾ മെൻ്റലി ടയേർഡ് ആവാനുള്ള ചാൻസസ് ഹൈ ആണ്. അടുത്തൊരു മെയിൻ പോയിൻ്റാണ് നിങ്ങൾക്ക് തന്നെ റെസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുക എന്ന് നമ്മളിങ്ങനെ പറയുമ്പം പലപ്പോഴും നമുക്ക് ഫിസിക്കലി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ നീ റെസ്റ്റ് എടുക്കൂ എന്ന് പറയും. പക്ഷെ നമ്മൾ ഇതേപോലെ മെൻ്റലി ടയേർഡ് ആവുകയോ അല്ലെങ്കിൽ ഈ ഒരാഴ്ച മൊത്തം വർക്ക് ചെയ്തു ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ടൊരു സമയം സ്പെൻഡ് ചെയ്ത് ഒന്ന് റെസ്റ്റ് എടുക്കണം, അങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ലീവ് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് ചെയ്യാനല്ല അവർ ലീവ് എടുക്കുന്നത്. അവർക്ക് അന്നത്തെ ദിവസം വേറെ എന്തെങ്കിലും പരിപാടി കാണും. അപ്പോൾ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു ഡേ ലീവ് എടുക്കുന്നത് അല്ലേ. നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പോലെ ജസ്റ്റ് റെസ്റ്റ് എടുക്കാൻ, അന്ന് നമുക്ക് വേറെ ഒരു പരിപാടിയും ചെയ്യാതെ വെറുതെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളങ്ങനെ ഒന്ന് ഇരുന്ന് നോക്കൂ. ചിലപ്പം നിങ്ങൾക്ക് മെൻ്റലി ഭയങ്കര സമാധാനം ചിലപ്പം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് തന്നെ റെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ തന്നെ അത് നമുക്ക് അലോ ചെയ്യേണ്ട, നമ്മൾ തന്നെ ഒരു പെർമിഷൻ അത് നമുക്ക് കൊടുക്കണം. കാരണം ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്തിനും മൈൻഡിൽ അയ്യോ ഇത് ചെയ്യാനുണ്ട് അത് ചെയ്യാനുണ്ട്, ഞാനിങ്ങനെ കിടന്നാൽ ശരിയാവോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ വെറുതെ ഇരുന്നാൽ ശരിയാവോ എന്നൊക്കെയുള്ള ചിന്തകൾ തന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റിനൊരു കാര്യമില്ല. സോ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് റെസ്റ്റിനുള്ള പെർമിഷൻ ആണ് ആദ്യം കൊടുക്കേണ്ടത്. അടുത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഹോബീസിനെയൊക്കെ ഇങ്ങനെ പതിയെ പൊടി തട്ടി ഇങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. ചിലപ്പം നിങ്ങൾ പണ്ട് ചെയ്തതുപോലെ ചിലപ്പോൾ നിങ്ങൾ പണ്ട് ചെയ്യുന്ന അതേ ഒരു കുറേ സമയം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു തോട്ട് മാറ്റിയിട്ട് നിങ്ങൾ വീണ്ടും ആദ്യം മുതൽ ആ ഹോബി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് ആ ഹോബീസൊക്കെ ഇങ്ങനെ തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഒരു കണക്ഷൻ വിട്ടുപോയ സാധനങ്ങളെല്ലാം നമ്മൾ തിരിച്ചെടുക്കുന്നു എന്നുള്ളൊരു തോന്നലായിരിക്കും. അല്ല നിങ്ങൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളിലും ബോറടിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റിങ് അറിയാവുന്ന ഒരാളാണ്, നിങ്ങളുടെ ഹോബി പെയിൻറ്റിങ് ആയിരുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഈ പെയിൻറ്റിങ്സ് തന്നെ ഡിഫറെൻറ്റ് ആർട്ടായിട്ടുള്ളതുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇത്രയും നാളും ചെയ്തുകൊണ്ട് ഇപ്പം പെൻസിൽ സ്കെച്ചിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങളിപ്പം വേറെ ഉള്ള ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ ആർട്ട് ആ ഒരു രീതിയിലേക്ക് പുതിയ പെയിൻറ്റിങ്ങിൽ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. പുതിയ കാര്യങ്ങളിൽ ചെറിയ ചെറിയ ചുവടുകൾ വെച്ച് തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തു, അതായത് പഴയ ആ ഒരു വട്ടത്തിനുള്ളിൽ തന്നെയല്ല, നിങ്ങൾ പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു എന്നുള്ള ഒരു തോട്ടും നമ്മൾ എവിടേക്കോ ഇമ്പ്രൂവ് ആകുന്നു എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരുമ്പം തന്നെ നിങ്ങൾ വളരെ ഹാപ്പി ആവും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നിങ്ങളുടെ ഇമോഷൻസ് എന്താണ്, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന് നിങ്ങൾ സ്വയമേ തിരിച്ചറിയുന്നത്. എല്ലാം ഈ ലേസി എന്നുള്ളൊരു ലേബലിൽ കൊണ്ടിടാതെ നിങ്ങൾക്ക് മെൻ്റലി ടയേർഡ് ആവുന്നതാണോ പ്രശ്നം, നിങ്ങൾക്ക് ഒരുപാട് ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കുന്നതിലാണോ പ്രശ്നം, എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ പ്രശ്നം, അത് കണ്ടെത്തി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് എപ്പോഴും നല്ലത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ ഇത് അങ്ങനെ തോന്നുന്ന കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കിതേപോലെ ലേസിനെസ് എന്നുള്ളൊരു തോട്ട് വന്നപ്പോൾ നിങ്ങൾ എന്താണ് അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്, ഇല്ലെങ്കിൽ നിങ്ങൾ ആ സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന ഒരാളാണോ? നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് താങ്ക് യു.